ഒരുത്തന് മറ്റൊരുത്തനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെയല്ല അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്നറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹിക കാര്യങ്ങളെ എത്രയധികം! എന്നാൽ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങളെ കുറിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവയെ ഇരുത്തുന്നുവോ? നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു. ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരപജയം, ആ ലേഖനം എഴുതാൻ കാരണമായ വിഷയങ്ങളിൽ ഒന്ന് ഈ വിഷയമാണ്. അവർ തമ്മിൽ വ്യവഹാരങ്ങളുണ്ട്, വിഷയങ്ങളുണ്ട്. കൊരിന്ത്യ സഭയ്ക്കകത്ത് അംഗങ്ങൾ തമ്മിൽ വിഷയങ്ങളുണ്ട്. എന്നാൽ വിഷയങ്ങളുണ്ട് എന്നുള്ളതിനേക്കാൾ ഈ വിഷയങ്ങൾ പരിഹരിക്കാനായി അവർ ചെയ്തെടുത്ത മാർഗം ദൈവമില്ലാത്തവന്റെ അടുക്കൽ ഈ വിഷയങ്ങളുമായി ചെല്ലുന്നു. അപ്പോ ദൈവമുള്ളവരുടെ വിഷയങ്ങൾ ദൈവമില്ലാത്തവൻ വന്ന് പരിഹരിക്കേണ്ടുന്ന ഒരവസ്ഥ കൊരിന്ത്യ സഭയ്ക്കകത്ത് വന്നു. അന്നേരമാണ് അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പൗലോസ് അവരോട് പറയുന്നത്, നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു. നിങ്ങൾക്കൊരു കൃപാവരത്തിലും കുറവില്ല. ഭയങ്കര അന്യഭാഷയാണ്, ഭയങ്കര പ്രവചനമാണ്, ഭയങ്കര വെളിപ്പാടാണ്, അത്ഭുത രോഗശാന്തി ഉണ്ട്. ഇതൊക്കെ ഉള്ളപ്പോഴും നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു. ഇങ്ങനെ ഈ വ്യവഹാരം തീർപ്പാൻ പ്രാപ്തിയുള്ളൊരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? ദൈവം നമുക്കറിയാമല്ലോ കൊരിന്ത്യ സഭയുടെ കാര്യം. ഒരു കൃപാവരത്തിലും കുറവില്ല, കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട്. പക്ഷേ ഭക്തന്മാര് കുറവാണ്. ഭക്തി ഉണ്ടെങ്കിലേ എന്ത് കിട്ടുള്ളൂ? ജ്ഞാനം കിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ട് സഭ വല്ലാത്ത പ്രശ്നത്തിലാണ്. ഇന്നും ദൈവസഭയ്ക്കകത്ത് അപജയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ദൈവസഭയുടെ വിഷയങ്ങൾ ദൈവമില്ലാത്തവർ വന്ന് ശാന്തമാക്കുന്ന കാലങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ള ഈ അവസ്ഥ ഒരിക്കലും ദൈവസഭയ്ക്ക് യോഗ്യമല്ല. പ്രൈസ് ദി ലോർഡ്. പോലീസുകാർ വന്നും ഭരണാധികാരികൾ വന്നും ഒക്കെ ഇവർ നമ്മുടെ അകത്ത് നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള വിഷയമാണെങ്കിലും ഒക്കെ, കാരണം അവൻ പറഞ്ഞാൽ കേൾക്കുന്നവനല്ലല്ലോ. ദൈവമക്കൾ തമ്മിൽ വിഷയങ്ങൾ പരിഹരിക്കാൻ പറ്റിയ മനസ്സ് ഇല്ലാതെ പോകുന്നതാണ് വിഷയം. അതാണ് പൗലോസ് ചോദിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ചോദിക്കുന്നു. അപ്പം എന്ത് വേണം അതിന്? ഇതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ എന്ത് വേണം? ജ്ഞാനം വേണം. സ്തോത്രം. പ്രാർത്ഥിക്കണം, നേരോടെ ജീവിക്കണം, ദോഷത്തെ അകന്ന് ജീവിക്കണം. ദോഷത്തെ, ഈ വലിയ പ്രശ്നങ്ങളുടെ മേലെല്ലാം ദൈവം ഒരു വഴി കാട്ടിത്തരും. നമ്മുടെ മിടുക്കുകൊണ്ടല്ല, ശ്രദ്ധിക്കണം, നമ്മുടെ മിടുക്കുകൊണ്ടല്ല, നമ്മൾ മണ്ടന്മാരാണ്. എന്നാൽ നേരോടെ ജീവിക്കുന്നത് കൊണ്ട് ദൈവം എന്ത് ചെയ്യും? തക്ക സമയത്ത് ആലോചന കൊടുക്കും. ഞാൻ കഴിഞ്ഞ ദിവസം കൺവെൻഷൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, പൗലോസിനെ ആസ്യയിലേക്ക് പോകരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. കാരണം വേറൊരു വലിയ ദൈവപ്രവൃത്തി അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാനുണ്ട്. രാത്രിയിൽ ദർശനത്തിൽ ഒരു മക്കതോന്യക്കാരൻ അവൻ്റെ അടുക്കൽ വന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുന്നത് ഈ പൗലോസ് കണ്ടു. അന്നേരം പൗലോസിന് മനസ്സിലായി, ഞാൻ പോകേണ്ടത് ആസ്യയിലേക്കല്ല, ഞാൻ പോകേണ്ടത് മക്കതോന്യ, മാസിഡോണിയ, ഇന്നത്തെ ഗ്രീസ്. അലക്സാണ്ടർ എന്ന മഹാൻ
രാജാവായി ഭരിച്ച സ്ഥലം, ആ കേന്ദ്രത്തിൽ അവിടെയുള്ള ഫിലിപ്പ്യ പട്ടണത്തിലേക്ക് ദൈവം അയച്ചു. സ്തോത്രം. ദൈവം അയച്ച് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ കാരാഗ്രഹം പ്രമാണി പിടിച്ച് അടി കൊടുത്ത് കാരാഗ്രഹത്തിനകത്താക്കി. അപ്പൊ തമ്പുരാൻ അയച്ചെടുത്ത് അടിയാണ് കിട്ടുന്നത്. സ്തോത്രം അല്ലേ? ദൈവഹിതമായ വഴിയിൽ അടിയാണോ? ആസ്യയ്ക്ക് പോകേണ്ടവൻ അഥവാ ഏഷ്യയിലേക്ക് വരേണ്ട മനുഷ്യൻ ദൈവാത്മാവ് വിലക്കി മാസിഡോണിയയിലേക്കും, അതിൻ്റെ വലിയ ഒരു പ്രധാന പട്ടണമാണ് ഫിലിപ്പി, അവിടേക്കും ചെന്നപ്പോൾ ഇവിടെ പിടിച്ചകത്താക്കി. അതിനൊരു കാരണമുണ്ട്. സ്തോത്രം. അവിടെ ഈ ലുദിയയുടെ വീട്ടിലേക്ക്, ലുദിയാണല്ലോ അവിടെ ആദ്യം മാനസാന്തരപ്പെട്ടത്, അവിടെ ആരാധനയ്ക്ക് ഇങ്ങനെ വരികയും പോവുകയും ചെയ്യുമ്പോൾ ഭൂതം പിടിച്ച ഒരു പെൺകുട്ടി അവിടെ ഇരുന്ന് പറഞ്ഞു, ഇതോ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ. അപ്പൊ പിശാചിനറിയാം ഭക്തൻ ആരെന്ന്. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. പക്ഷേ പറഞ്ഞത് പിശാചായതുകൊണ്ട്, ഭൂതമായതുകൊണ്ട് പൗലോസിന് ഇഷ്ടപ്പെട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? ആവശ്യമില്ലാതെ നിന്നെ പൊക്കുന്ന പൊക്കല് കാണുമ്പം വിചാരിച്ചോണം ഭൂതമാണ് പൊക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആവശ്യമില്ലാതെ നിന്നെ ഇങ്ങനെ പൊക്കുമല്ലോ, നിന്നെ പ്രശംസിച്ച് വരുമ്പോൾ ഓർത്തോണം ഇതിൻ്റെ പിന്നിൽ പിശാചിൻ്റെ ഒരു വലിയ തന്ത്രമുണ്ട്. ഞാൻ ഈ പ്രശംസയ്ക്കൊന്നും യോഗ്യനല്ലെന്ന് നീ എന്ത് ചെയ്തോണം? കരുതിക്കോണം. അതിനങ്ങ് ശാസിക്കണം. ഒരു കേക്ക ശാസിക്കേണ്ട, കൂടുതൽ പൊക്കലാണെങ്കിൽ ശാസിച്ചാൽ മതി. നമ്മൾ ഇതായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാ. മഹത്വപ്പെടുത്തുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. വേദപുസ്തകം പറയുന്നത് മനുഷ്യന് ശോധന പ്രശംസയാണ്. മനസ്സിലായോ? വെള്ളിക്കും മറ്റുമൊക്കെ പുടമാണ് എന്ന് പറഞ്ഞാൽ അതാ മനുഷ്യന് അവൻ്റെ പ്രശംസ. പ്രശംസിക്കുമ്പോൾ നീ പൊങ്ങുന്നോ, നീ സൂക്ഷിച്ചോണം. ആരെങ്കിലും കളിയാക്കുമ്പോൾ നീ താഴുന്നോ, നീയും സൂക്ഷിച്ചോണം. നമ്മൾ കളിയാക്കിയാലും കുഴപ്പമില്ല, പ്രശംസിച്ചാലും കുഴപ്പമില്ല. എത്ര സ്തോത്രം പറയാണ്. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ശരിക്കുള്ള വാക്ക്. എന്നെ ശാസിച്ചു, വിട്ടു. അതുകൊണ്ട് ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്നവർക്ക് ദോഷം വന്നു. കാരാഗ്രഹ പ്രമാണിയുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നവരാ. സ്തോത്രം. പിടിച്ചു, അടിയും കൊടുത്ത് ആകത്തെ തടവിലാക്കി. അവിടെ അവർ പ്രാർത്ഥിച്ചു. അതാണൊരു ദൈവ പൈതലിൻ്റെ വിശേഷത, ദൈവമുള്ളവൻ്റെ വിശേഷത. ഭവനത്തിനകത്തിരുന്ന് മാത്രം പ്രാർത്ഥിക്കുന്നവനല്ല, ആലയത്തിനകത്തിരുന്ന് നേരോടെ ജീവിക്കുന്നവനല്ല, ആലയത്തിൻ്റെ പുറത്തിറങ്ങിയാലും അവൻ്റെ ജീവിതം നേരുള്ളതായിരിക്കും. ഹല്ലേലൂയ. അവൻ എന്ത് ചെയ്താലും അവൻ്റെ ജീവിതം നേരുള്ളതായിരിക്കും. പ്രൈസ് അല്ലാഹ്. അവൻ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, ഫോൺ വിളിക്കുമ്പോൾ, റോഡിൽ നടക്കുമ്പോൾ, മറ്റു കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും എല്ലാം അവൻ്റെ ദൈവഭക്തി അവന് കൂടെ ഉണ്ടായിരിക്കും. ഈ കാരാഗ്രഹത്തിൽ ഇവരുടെ ഭക്തി കളക്കാൻ ആരുമില്ല, ഇവർ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ അവിടെ ആരുമില്ല, ആരെ കാണിക്കാനും അല്ല അവർ പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവം അതിനുള്ള കൃപ അവർക്ക് കൊടുത്തു. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാം? അല്പം കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ക്രമീകരണമായപ്പോൾ ഈ കാരാഗ്രഹ പ്രമാണി വന്ന് ഇവരെ വിളിക്കുന്ന വിളിയാണ്, യജമാനന്മാരെ. നേരത്തെ എന്ത് വിളിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അടി കൊടുത്തപ്പോൾ. ഇപ്പൊ വിളിക്കുകയാണ്, ഉണ്ടോ? അവൻ ജ്ഞാനിയായ ആ പ്രശ്നത്തിൽ എങ്ങനെ ചെയ്യണം, എന്ത് കാര്യങ്ങൾ ക്രമീകരിക്കണം, താഴോട്ട് വായിക്കും. ആ വീടടക്കം ആനന്ദിച്ചു. എൻ്റെ ശരീരം വേദനിച്ചു, അകത്തെ തടവിലായി, പക്ഷെ അവിടെ ദൈവം ആലോചന കൊടുത്തു. എത്ര പേർക്ക് ഏറ്റെടുത്ത് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം? ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ, ജീവിതത്തിൽ വരുന്ന വേദനകൾ തകർച്ചയാണെന്ന് നീ തെറ്റിദ്ധരിച്ച് തള്ളിക്കളയരുത്. അവിടെയും ഭക്തനായിരിക്കുക.
അവിടെയും ദൈവത്തോട് ചേർന്നിരിക്കുക, അവിടെയും ദൈവത്തോടൊപ്പം സഞ്ചരിക്കുക. അതിൻ്റെ നടുവിൽ നിനക്ക് പോകാൻ ഒരു വഴി എൻ്റെ ദൈവം ഒരുക്കിയിരിക്കും. യഹോവ ഭക്തി വിട്ടുകളയരുത്. യോബിന്റെ ഭാഷയെ പറഞ്ഞ അതിനെ മുറുകെ പിടിച്ചോണം. കാരണം ഇതാണ് നമ്മുടെ ജീവന്റെ ആധാരം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് ദൈവസഭയ്ക്കകത്ത് യുവജനങ്ങളും തലമുറകളൊന്നും ഇല്ല. സ്തോത്രം. ഇതിനകത്ത് അടിയും വഴക്കും ബഹളവും. അവർ തമ്മിൽ ഇങ്ങനെ, അവർ കലക്കാൻ നോക്കുന്നു, ഇവർ ഫോൺ വിളിച്ചിങ്ങനെ, അവിടെ പോലീസ്, ഇവരെ പലരുടെയും മനസ്സ് മടിച്ച്. ദൈവമക്കളെ, ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും. ആർക്ക് മനസ്സിലാകുന്നുണ്ടോ? ആരുടെയെങ്കിലും വിശ്വാസത്തെ അപജയം വരുത്തി ദൈവസ്നേഹത്തിൽ നകറ്റിയാൽ അതിനൊക്കെ മറുപടി പറയേണ്ടി വരും. കാരണം അനേക ദൈവമക്കൾ കരഞ്ഞ് നിലവിളിച്ചൊക്കെയാണ് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. സ്തോത്രം. വാക്ക് മനസ്സിലായോ? അനേകര് വില കൊടുത്തും കണ്ണുനീരോടെയും വിതച്ചിതിനകത്ത് കൊണ്ടുവന്നവരെ ദൈവസ്നേഹമില്ലാത്ത വാക്ക് പറഞ്ഞ്, തെറ്റിപ്പിക്കുന്ന അനുഭവങ്ങൾ പറഞ്ഞ്, ഛിന്നിപ്പിക്കുന്ന അനുഭവങ്ങൾ പറഞ്ഞ് തകർക്കുന്നതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം ഒരു തലമുറ ഇതിനോടൊന്നും താല്പര്യമില്ലോ, ഇതൊക്കെ വെറുതെയാണ്, അവരൊക്കെ ഇതൊക്കെ ചെയ്തിട്ടും അവർക്ക് വഴിയൊന്നും എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചിലർ ആരാധനയ്ക്കേ പോകുന്നില്ല. ചിലർ പിന്നെ മാതാപിതാക്കളുടെയൊക്കെ നിർബന്ധം കൊണ്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. വല്ല അവസരവും കിട്ടിയാൽ എന്ത് കാരണം കൊണ്ട് മുടക്കാം എന്നാണ്. നല്ല തക്കതായ ഒരു കാരണം പറയാനുണ്ടെങ്കിൽ അന്ന് ആരാധനയ്ക്ക് ഭാഷ ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറയണമല്ലോ. ആണോ? അല്ല, ജീവനുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും എന്ന് തലമുറകൾ ഉറച്ചു നിൽക്കുന്ന ഒരു തലത്തിലേക്ക് ദൈവസഭയെ പണിയാ. ഇതിനകത്തിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. എത്ര പേർ ഏറ്റെടുത്ത് ദൈവത്തെ മഹത്വപ്പെടും. ദൈവമക്കളെ, ഇതിനൊരു മറ്റൊരു പ്രത്യേകതകളെയും കൂട്ടി എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന് യൂട്യൂബിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇത് വെറും കള്ളമാണ്, ഇതൊക്കെ വെറും തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും കുറേ പേരെ മാറ്റിക്കളയാൻ ശ്രമിക്കുന്ന പൈശാചിക മണ്ഡലമുണ്ട്. അവിടെയും പിടിച്ചു നിൽക്കാൻ ഇവർക്ക് ശക്തി ഇത് മാത്രമാണ്. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലായി? അപ്പോ എങ്ങനെയും ദൈവസഭയ്ക്കകത്ത് ചിഹ്നം വരുത്തുവാൻ, പോരായ്മകൾ വരുത്തുവാൻ ഇപ്പോഴല്ല, ആദിമ നൂറ്റാണ്ട് മുതലേ പിശാചിന്റെ പരിശ്രമമാണ്. എന്നാൽ അത് വരുത്താതിരിക്കുക എന്നുള്ളത് ദൈവമക്കളുടെ ഉത്തരവാദിത്വമാണ്. അതിന് വേണ്ടുന്ന കൃപ വേണമെങ്കിൽ നമ്മളോട് പുസ്തകം പറയുന്നു, നിങ്ങളെന്തായിരിക്കണം? ജ്ഞാനമുള്ളവരായിരിക്കും. അതിന് എന്ത് വേണം? നേരോടെ നടക്കണം, ഭക്തനായിരിക്കണം. ഇവിടെ പാട്ട് പാടാനൊക്കെ പറയുമ്പോൾ എനിക്കറിയാം ഒരു പകുതി പിള്ളേരൊന്നും പാടുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിരിക്കുകയാണ്. കൈയടിക്കുന്നവർ കുറവാണ്. നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് ഏകാഗ്രത എത്രയുണ്ടെന്ന്, ദൈവവുമായുള്ള ബന്ധം എത്രയുണ്ടെന്ന് നിങ്ങളുടെ മുഖം വിളിച്ചു പറയും. പോരാ. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവ സാന്നിധ്യം അനുഭവിക്കണം, കണ്ണുകൾ നിറഞ്ഞൊഴുകണം ദൈവസ്നേഹത്തിൽ. പ്രൈസ് ദി ലോർഡ്. ദൈവവുമായുള്ള ബന്ധം സജീവമാകണം. ഏത് പ്രശ്നത്തിലും നടത്തുന്ന ഒരു ദൈവത്തിൻ്റെ സാമീപ്യം ഇതിനകത്ത് അനുഭവിക്കാൻ പറ്റണം. എത്ര പേർക്ക് ദൈവത്തിന് മഹത്വം കരേറ്റാം? സ്തോത്രം. നമുക്കൊക്കെ രോഗങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പല ദൈവത്തെ അറിയാത്ത പല സ്ഥലങ്ങളിലും എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ എത്ര പാരമ്പര്യം അല്ലേ? വർഷം 30, 40, 50 എന്നൊക്കെ പറയും. ഇന്നലെയൊക്കെ കർത്താവിനെ അറിഞ്ഞ ആൾക്കാരൊക്കെ കർത്താവിന് വേണ്ടി നിൽക്കുന്നത്. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ മിക്കവാറും ഇടങ്ങളിലെല്ലാം ആരാധിക്കാൻ വന്നാൽ ചിലപ്പോൾ തിരിച്ച് ജീവനോടെ പോകാൻ പറ്റുമെന്നുള്ളതിന് ഉറപ്പൊന്നുമില്ല. എന്നാലും മരിക്കുന്നെങ്കിൽ മരിക്കട്ട് പാസ്റ്റർ എന്നാണ്. സ്തോത്രം. ആരാ? ഇന്നലെ കർത്താവിനെ അറിഞ്ഞവൻ.
അവന് വലിയ അറിവൊന്നുമില്ലെങ്കിലും ഭയങ്കര ദൈവസ്നേഹമുണ്ട്. ഞാൻ അവിടുത്തെ ആരാധനകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ നിങ്ങളൊന്ന് പൈസയൊക്കെ ഉണ്ടെങ്കിൽ കൂടെയൊക്കെ പോയി പാസ്റ്റർ കൂടെയൊക്കെ ചെന്നൊന്ന് കാണണം. മുട്ടിന്മേൽ അങ്ങ് നിന്ന ഒരു നിപ്പാണ്. അങ്ങ് ആരാധിക്കും. കണ്ണിൽ നിന്ന് ഇങ്ങനെയൊക്കെ കണ്ണുനീര് വരും. നമുക്ക് കണ്ണുനീര് വരും. എന്ത് രോഗം വരുമ്പം, പ്രശ്നം വരുമ്പം നമുക്ക് കണ്ണുനീര് വരും. നമ്മുടെ മക്കളുടെ വിഷയങ്ങളൊക്കെ വന്നാൽ കരയും. ഈ ദൈവസ്നേഹം കൊണ്ട് കണ്ണുനീര് വന്നിട്ടുണ്ടോ? പാട്ട് പാടുമ്പോൾ കണ്ണുനീര് വരാറുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആ ദൈവ സാന്നിധ്യത്തിൽ കണ്ണുനീര് വരാറുണ്ടോ? ദൈവം നിനക്ക് ജ്ഞാനം തരും. ഒരു ദൈവഭക്തനായിരിക്കെ, ദൈവസ്നേഹത്തിൽ വളരെ, ഒരിടത്തും നീ തെറ്റിപ്പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എത്ര പേർക്ക് ഏറ്റെടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്ത, ഒരു വഴിയിലും നീ പരാജയപ്പെടാൻ എൻ്റെ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. കാരണം നീ ഒരു ദൈവഭക്തനാണ്. കാരണം നീ ഒരു ദൈവഭക്തി കാത്തു സൂക്ഷിക്കുന്ന ദൈവവൈതലാണ്. നിനക്കാലോചന തരേണ്ടത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഒന്ന് വേഗത്തിൽ വായിച്ചാട്ടെ. ഞാൻ സൂര്യന് കീഴെ ഇങ്ങനെയും ജ്ഞാനം കണ്ടു, അതെനിക്ക് വലുതായി തോന്നി. ചെറിയൊരു പട്ടണം ഉണ്ടായിരുന്നു, അതിൽ മനുഷ്യർ ചുരുക്കമായിരുന്നു. വലിയൊരു രാജാവ് അതിന്റെ നേരെ വന്ന് അതിനെ നിരോധിച്ചു. അതിനെതിരെ വലിയ കൊത്തളങ്ങൾ പണിതു. എന്നാൽ അവിടെ സാധുവായൊരു ജ്ഞാനി പാർത്തിരുന്നു. അവൻ തന്റെ ജ്ഞാനത്താൽ പട്ടണത്തെ രക്ഷിച്ചു. എങ്കിലും ആ സാധു മനുഷ്യനെ ആരും ഓർത്തില്ല. ജ്ഞാനം ബലത്തേക്കാൾ നല്ലത് തന്നെ, എങ്കിലും സാധുവിന്റെ ജ്ഞാനം തുച്ഛീകരിക്കപ്പെടുന്നു. അവന്റെ വാക്കാരും കൂട്ടാക്കുന്നതുമില്ല എന്ന് ഞാൻ പറഞ്ഞു. ശ്രദ്ധിക്കൂ. ആ വാക്യം വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു സാധുവായ ജ്ഞാനി ഒരു ചെറിയ പട്ടണത്തിൽ പാർത്തിരുന്നു. ഒരു വലിയ രാജാവ് ആ ചെറിയ പട്ടണത്തിന് എതിരെ വന്നു. ആ ചെറിയ പട്ടണത്തിന് രക്ഷപ്പെടാനുള്ള യാതൊരു സന്നാഹവുമില്ല. അന്നേരം ആ സാധുവായ ജ്ഞാനി തൻ്റെ ജ്ഞാനത്താൽ ആ ചെറിയ പട്ടണത്തെ വലിയ രാജാവിൻ്റെ കയ്യിൽ നിന്നും രക്ഷിച്ചു. എന്നിട്ട് അവിടെ പറയുന്നു, ജ്ഞാനം ബലത്തേക്കാൾ നല്ലത് തന്നെ. പക്ഷെ അടുത്ത് പറയുന്നത്, ആ ജ്ഞാനിയെ ആരും എന്ത് ചെയ്തില്ല? ഓർത്തില്ല. സാധുവിൻ്റെ ജ്ഞാനം തുച്ഛീകരിക്കും. ആൾക്കാർക്കിഷ്ടം ഹീറോകളാണ്. 4 പേരെ അടിച്ചിട്ട് കൊല്ലുന്നവനെയാണ് ആളുകൾക്ക്. അല്ലാതെ രക്തച്ചൊരിച്ചിലില്ലാതെ എന്ത് ജയം? ഇല്ലേ? ഇന്നത്തെ സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ? ഒരുത്തൻ ഒരു കൈ ഇങ്ങനെ ആക്കുന്നു, 4 പേര് പറന്നു പോകുന്നു. ഇത് നടക്കാത്ത കാര്യമാണെന്ന് നമുക്കറിയാമെങ്കിലും കാണുമ്പം നമുക്കൊരു ഭയങ്കര ആവേശം. കൈ പൊക്കാതെ വിഷയത്തിന് പരിഹാരം കിട്ടൂലേ? അത് വേണ്ട. സ്തോത്രം. സാധുവായ ജ്ഞാനിയുടെ ജ്ഞാനത്തെ എന്ത് ചെയ്യുന്നു? തുച്ഛീകരിക്കും. രക്തച്ചൊരിച്ചിലില്ലാതെ ഇസ്രായേൽ സമാധാനം അനുഭവിച്ച 40 കൊല്ലമാണ് ശലോമോൻ ഭരിച്ച 40 കൊല്ലം. യുദ്ധങ്ങളില്ലായിരുന്നു. എന്തുകൊണ്ടെന്നറിയാമോ? അവരെ ഭരിച്ചത് ദൈവജ്ഞാനം നൽകിയ ഒരു മനുഷ്യനാണ്. ഏറ്റുമുട്ടലുകളില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് കേൾക്കാൻ സന്തോഷമുണ്ട്? നിങ്ങളുടെ ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു, ഒരു ജ്ഞാനി നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? എന്തുകൊണ്ട് രക്തച്ചൊരിച്ചിലുകൾ? എന്തുകൊണ്ട് ദൈവമില്ലാത്തവൻ നിന്റെ അടുക്കൽ വരുന്നു? അവൻ്റെ അടുക്കൽ എന്തുകൊണ്ട് വിഷയങ്ങൾ എത്തുന്നു? എൻ്റെ ചിന്ത പറയട്ടെ, നിങ്ങളുടെ കുടുംബത്തിലെ വിഷയം വേറെ ഒരാൾ അറിയരുത്. മനസ്സിലാകുന്നുണ്ടോ? അറിയാനുള്ള ഒരിട വരുത്തരുത്. ഇനി ഒരു ദൈവമുള്ളവൻ പ്രാർത്ഥനയ്ക്കായി അറിഞ്ഞാലും ഒരു ദൈവമില്ലാത്തവൻ നിന്റെ ജീവിതത്തിലെ വിഷയത്തെ അറിയുന്നത് ലജ്ജയാണ്.
യോജിക്കുന്ന എത്ര പേരുണ്ട്? വരരുത്. സ്തോത്രം. അങ്ങനെ ഇവരോടൊക്കെ വിളിച്ച് നാട് നീളെ പറഞ്ഞ് നടക്കരുത്. അങ്ങനെ അവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ എന്നൊന്നും പറഞ്ഞ് നടക്കരുത്. അഥവാ വല്ലതും നീ അറിഞ്ഞാൽ നീ ഇരുന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, അവർക്കതിന് നന്നായി കാര്യങ്ങൾ ചെയ്യാൻ കൃപ കൊടുക്കണേ. സ്തോത്രം. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ രക്തച്ചൊരിച്ചിലുകളില്ലാതെ നടത്തും. സമാധാനം. എത്ര പേർക്ക് ഏറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം. ദൈവമേ, ഞാനായിരിക്കുന്ന ബിസിനസ്, എൻ്റെ ഭവനം, ദൈവസഭ ഇവണ്ണം മുന്നോട്ട് നയിക്കപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനെ ഒരാൾ മാത്രം വിചാരിച്ചാൽ പോരാ. നമ്മൾ ഒന്നിച്ചു നിന്ന് ദൈവത്തെ ഉയർത്തിയ ഈ വല്ലാത്ത ദുഷിച്ച ദൈവനാമം അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി ജ്ഞാനത്തോടെ ആത്മാക്കളെ നേടുന്ന ഒരു കൂട്ടമായി നമ്മെ നടത്താൻ നമ്മുടെ ദൈവം ശക്തനാണ്.